28 ഡേയ്സ് ഓഫ് മാജിക് പ്രാക്ടീസിന്റെ 25ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വൈൻഡപ്പ് ചെയ്യും. അപ്പൊ 25ാമത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഓഥർ വന്നിട്ടുള്ളത്. അപ്പൊ അത് അറിയാൻ വേണ്ടി എത്ര പേര് എക്സൈറ്റഡ് ആണ്? യെസ്, അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മളും ഈ യൂണിവേഴ്സും പ്രപഞ്ചവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അപ്പോ ഈ നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് പ്രപഞ്ചം തരുന്ന പല സൂചനകളാണെന്നാണ് ഓഥർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മളൊരു നടന്നു പോകുന്ന ഒരു ആംബുലൻസിന് സൗണ്ട് കേൾക്കുമ്പോൾ അത് നമ്മളിവിടെ ഹെൽത്ത് ആർക്കോ വയ്യാത്തത് കൊണ്ടാണ് ആംബുലൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നടന്നു അയാള് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ സേഫ്റ്റി, ഹെൽത്ത് ഇതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു ക്യൂ അല്ലെങ്കിൽ സൂചനയാണ് ഇതെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മളൊരു ATM-ന്റെയോ ഒരു നടന്നു പോകുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ATM-ഓ ഒരു ബാങ്കോ ഒക്കെ നമ്മുടെ കണ്ണിൽ പെടുകയാണ്, ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ കയ്യിലുള്ള അബൻഡന്റ് ആയിട്ടുള്ള പൈസയ്ക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സൂചനയാണെന്ന് പറയുന്നു. അതേപോലെ നമ്മൾക്ക് വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറവാണ്, നമ്മൾ ഏത് ഐഡിയൽ വീട്ടിൽ എത്തണം എന്ന് വിചാരിക്കുന്നു, ആ വീട്ടിലുള്ള ഒരാളെ കാണുമ്പോൾ ഐ താങ്ക് യു സോ മച്ച് ഫോർ മൈ ഐഡിയൽ വെയിറ്റ് എന്നോ മൈ ഹെൽത്തി ബോഡി എന്നോ നമുക്ക് പറയാം. ബിക്കോസ് അയാൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഹെൽത്ത് എന്താണ്, നമ്മൾ അയാളെ പോലെ ആവാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടോ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാൻ തരുന്ന ഒരു സൂചനയാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തും ഓക്കെ. അതേപോലെ നമ്മുടെ വീട്ടിലൊരു ഉപകരണം, ഒരു ഇലക്ട്രോണിക് ഡിവൈസോ വീട്ടിലൊരു മിക്സിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും കംപ്ലൈന്റ് ആവുന്നെങ്കിൽ അതും ഒരു സൂചനയാണ്. എന്താണ്, ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടില് അല്ലെ. അത് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് ഓഥർ പറയുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ കൺസെപ്റ്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇതിലൂടെ വായിച്ച് വരുന്ന സമയത്ത് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ് 25ാമത്തെ ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ 7 കാര്യങ്ങൾക്ക് ഒരു ദിവസത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന ദിവസത്തിൽ 7 സൂചനകൾ, 7 കാര്യങ്ങൾക്ക് നിങ്ങൾ അത് അലേർട്ടായിട്ട് ഇരുന്നിട്ട് എന്താണ് ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കാലുവേദന എടുത്തിട്ടുണ്ടാവും, ഒരു ദിവസത്തിൽ ഈ ചലഞ്ച് ചെയ്യുന്ന ഇടയിൽ നിങ്ങളുടെ ഒരു കാലിനോ നഖത്തിനോ പല്ലിനോ ഒക്കെ വേദന ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സമയം എന്തിനു സൂചിപ്പിക്കണം? ബാക്കി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ ബോഡിയിലെ കാര്യങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമാണിതാ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അതിനുള്ള സൂചനയാണ്. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരാളുമായിട്ടായിരിക്കും നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാനുള്ള സമയമാണ്. അതേപോലെ നിങ്ങൾക്ക് പൈസ കയ്യിൽ നിന്ന് കുറെ പിന്നെ നിങ്ങൾ പോലും അറിയാണ്ട് കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്ത് പോവുകയോ ചെയ്താൽ അതെന്തിനാണ്? ഇത്രയും കാലം എന്നിലേക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാ നല്ല എനിക്ക് കിട്ടിയ പണത്തിനും ഒക്കെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സൂചനയാണ്. ഓക്കെ, ഇങ്ങനെ 7 കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് 25ാമത്തെ ദിവസം നമ്മുടെ ഓഥർ പറയുന്നത്. ഇത് ഇന്ന് മാത്രം ചെയ്താൽ പോരാ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കുന്ന ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ സൂചനയാണ് ഇങ്ങനെയുള്ളതെന്ന് നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പൊട്ടയായ മോശമായിട്ട് കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ടാകും അല്ലെ. അപ്പൊ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം കേട്ടോ. അപ്പൊ അതാണ്. ഇത് കൂടാതെ നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന 2 കാര്യങ്ങളുണ്ട്. രാവിലെ 10 കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക, എഴുതി വെക്കുക, അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉറക്കെ വായിച്ച്, ദേവികൾക്ക് ഉറക്കെ വായിച്ച് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. താങ്ക് യു പറയാം. രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മാജിക് ക്ലോക്ക് കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഡേയില് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ കടന്നുപോയോ അതിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് റീകളക്ട് ചെയ്ത് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ഇന്ന് 25ാം ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ റൗണ്ട് റോബിൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഓഥർ തന്നിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് വന്നാൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 2 മണിക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ എൻ്റെ കൂടെ ഇരുന്ന് കേൾക്കാം. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ടാകാം. അത് കൂടാതെ നമുക്ക് ഡെയിലി മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 10 to 15 minutes അല്ലെങ്കിൽ 20 minutes ഞങ്ങൾ റീപ്രോഗ്രാമിലൂടെ കടന്നു പോകും. അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് മാനിഫെസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, ജോലി, സമ്പത്ത്, ആരോഗ്യം, റിലേഷൻഷിപ്പ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് നിങ്ങളെ എല്ലാവരും സഹായിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും 10 ഇരട്ടി വേഗത്തിൽ മാനിഫെസ്റ്റ് ആകാൻ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതിൽ വളരെ കുഞ്ഞൊരു ഫേസിലാണ് ഞാനത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്
മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ. അപ്പൊ 26-ാമത്തെ ദിവസം ചലഞ്ച് തുടങ്ങി കാണാം. താങ്ക് യു.